നമസ്കാരം. ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾക്ക് സഹായം ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വിചിത്ര വാദമാണ് ഉയർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ വൈകിയെന്നതിനാണ് പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്ഥാനം തികച്ചും വാസ്തവവിരുദ്ധമാണ്. ആഭ്യന്തരമന്ത്രി ആദ്യമായല്ല തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലാത്ത കാലാവസ്ഥ റിപ്പോർട്ട് ഉദ്ധരിച്ച് കേന്ദ്രം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന തെളിവ് സഹിതം വ്യക്തമായി. വയനാട്ടിൽ എത്തിയ പ്രധാനമന്ത്രിയോട് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആഗസ്റ്റ് 17-നാണ് നിവേദനം നൽകിയത്. 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായവും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ട് 100 ദിവസവും നിവേദനം നൽകിയിട്ട് 3 മാസവും കഴിഞ്ഞു. കേന്ദ്ര സംഘം വന്നുപോയിട്ട് മാസങ്ങളായി. പുനരധിവാസം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നവംബർ 13-ന് നൽകി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ സഹായം നൽകി. എന്നിട്ടും പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിലും പകപോക്കലാണ് നടക്കുന്നത്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ തീരൂ എന്നാണ് കേന്ദ്രം വീണ്ടും അറിയിച്ചിരിക്കുന്നത്. നാളിതുവരെ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇത്. VG ഫണ്ട് ഒറ്റത്തവണ ഗ്രാന്റായി നൽകുന്നതാണ്. അതൊരിക്കലും വായ്പയല്ല. VG ഫണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകാൻ തീരുമാനിച്ചതാണ്. കേന്ദ്ര വിഹിതം 817.80 കോടിയും സംസ്ഥാന വിഹിതം 817.20 കോടിയുമാണ്. കേന്ദ്രം നൽകുന്ന തുക തുറമുഖ കമ്പനിയിലേക്ക് ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ 20% വെച്ച് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നൽകണം എന്നതാണ് വ്യവസ്ഥ. ഇപ്പോൾ നൽകുന്ന തുക 817.80 കോടിയാണെങ്കിലും ഏതാണ്ട് 10,000 മുതൽ 12,000 കോടി രൂപയായി തിരിച്ചടക്കേണ്ടി വരും. ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ വയനാട്ടിൽ അത്രയും തീവ്രതയില്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടായിട്ട് പോലും വളരെ വേഗം കേന്ദ്ര സഹായം എത്തി. മഴക്കെടുതി ഉണ്ടായ ത്രിപുരയ്ക്ക് 40 കോടിയും പ്രളയമുണ്ടായ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും 3,448 കോടിയും നൽകി. ദുരന്തമുണ്ടാകും മുമ്പ് മുൻകരുതലുമായി ബീഹാറിന് 15,500 കോടിയും പ്രഖ്യാപിച്ചു. അതേ കേന്ദ്ര സർക്കാരാണ് കേരളത്തെ അവഗണിക്കുന്നത്. പ്രളയ ദുരന്തം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ബീഹാർ, അസം, ഹിമാചൽ പ്രദേശ്, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഗണിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തിനാണ് കേന്ദ്രം കേരളത്തോട് ഈ അവഗണന കാണിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്.